നീല ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു വെടിക്കെട്ട് കാണാൻ പോയ വിശേഷമാണ് കേട്ടോ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നമ്മളുടെ വീടിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ അവിടുത്തെ പള്ളിയിലെ ഒരു പെരുന്നാളായിരുന്നേ. അപ്പം അതിൻ്റെ ഒരു വെടിക്കെട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെപ്പറ്റി പറയുവാണെങ്കിൽ ഒരു 8 ലക്ഷം രൂപേൻ്റെ അടുത്ത് എക്സ്പെൻസ് വന്നിട്ടുള്ള ഒരു വെടിക്കെട്ടാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്ര അടുത്ത് നിന്ന് ഇത്ര വലിയൊരു വെടിക്കെട്ട് ഞാൻ കാണുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് കാണുമ്പം തന്നെ ഉണ്ടായിരുന്നു. ഇത് നടക്കുന്നത് പുത്തഞ്ചിറ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് കുറച്ച് ദൂരമേ ഉള്ളൂ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എത്താൻ പറ്റിയിട്ടുണ്ടായിട്ടോ. ഇനി അങ്ങോട്ട് ഞാൻ സംസാരിക്കുന്നതിനേക്കാട്ടും കൂടി എനിക്ക് കാണുന്നതായിരിക്കും ഒന്നും കൂടെ രസം. അപ്പോൾ ഇനി നിങ്ങൾ കണ്ടു നോക്കിട്ടോ. കനയിലടച്ച് വെടിക്കെട്ട് അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് സമയത്തേക്ക് നമ്മൾ ഒന്ന് സ്തംഭിച്ച് പോയൊരവസ്ഥയിലായിരുന്നു കേട്ടോ. അത്രക്ക് സൗണ്ടായിരുന്നേ. ലാസ്റ്റത്തെ ആ ഒരു കുറച്ച് സമയം ഈ ഒരു വെടിക്കെട്ട് കാണാൻ വേണ്ടി വന്നിട്ടുള്ള ജനങ്ങളാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇത് കേട്ടറിഞ്ഞ് വന്നവരാണ് കേട്ടോ. ഞങ്ങളും അങ്ങനെ തന്നെ വന്നതാണ്. ഒരു 10 മിനിറ്റ് മുന്നേ എനിക്ക് വീട്ടിൽ പറഞ്ഞത് ഇങ്ങനൊരു സംഭവം ഉണ്ട്, വേഗം റെഡിയായി പോന്നാൽ ഇപ്പോൾ കാണാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ വണ്ടി സ്പീഡിൽ പോകുന്ന സമയത്ത് ഞാനിങ്ങനെ എന്നോട് പറയുന്നു, ഒരു വെടിക്കെട്ട് കാണാനാണോ ഇത്ര സ്പീഡിൽ പോകണതെന്ന്. അങ്ങനെ ബ്രേക്കില്ലാത്ത വണ്ടിമേൽ ഞങ്ങൾ എങ്ങനെയൊക്കെയോ ഇവിടെ എത്തിപ്പെട്ടതാണ്. അങ്ങനെ വന്ന് കുറച്ച് സമയമായപ്പോഴത്തേക്കും വെടിക്കെട്ട് തുടങ്ങിയിട്ടുണ്ടായി കേട്ടോ. അങ്ങനെ നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിയും കണ്ണിനും മനസ്സിനും ഒരുപോലെ സന്തോഷം തരുന്ന ഒരു കാഴ്ചയായിരുന്നു കേട്ടോ. അത് കാണാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളും എൻജോയ് ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. പിന്നെ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കല്ലേ. അങ്ങനെ ഞങ്ങളെല്ലാവരും കഴിഞ്ഞെന്ന് കരുതി തിരിച്ചു പോകാനായിട്ട് നിൽക്കുമ്പോഴാണ് കേട്ടോ അതാ അടുത്ത വെടിക്കെട്ട്. അപ്പോൾ പിന്നെ അതും കൂടെ കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ. മക്കളെയും റെഡിയാക്കി വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്ത കാരണം ഇക്കാടെ നിന്ന് കുറേ ചീത്തൊക്കെ വാങ്ങിയിട്ടാണ് വന്നത്. പക്ഷേങ്കിൽ ആ ചീത്ത കേട്ടെങ്കിലും കൂടിയിട്ട് ഇത്തിരി നേരം വൈകിയിരുന്നെങ്കിൽ ഇതൊന്നും കാണാൻ പറ്റൂലായിരുന്നു കേട്ടാ. അപ്പുറത്തല്ലേ
സമയം ചെയ്യാൻ പറ്റും ഇല്ല ഞാൻ പറ്റില്ല അപ്പോൾ ഇതോടുകൂടി ഈ ഒരു വെടിക്കെട്ട് അവസാനിക്കുകയാണേ. ഈ ഒരു വെടിക്കെട്ട് കാണാനും വേണ്ടി മാത്രം വന്ന ജനക്കൂട്ടമാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. ഞങ്ങളിപ്പോൾ ഈ ഒരു പാടത്തിൻ്റെ ഈ സൈഡിലാണ് നിൽക്കുന്നത് കേട്ടോ. ഇതിന് 2 സൈഡുണ്ട്. അപ്പുറത്തെ സൈഡാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആ ലൈറ്റ് കാണുന്നത് കേട്ടോ. അവിടെ അടുക്കാൻ പറ്റാത്തത്ര തിരക്കാണെന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാനായിട്ട് പറ്റാത്ത കാരണമാണ് ഞങ്ങൾ ഈ ഒരു സൈഡിൽ വന്നത് കേട്ടോ. ഞങ്ങൾക്ക് ഇവിടേക്ക് വരാനാണ് ഒന്നും കൂടി എളുപ്പം. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിട്ടാണ് ഈ വെടിക്കെട്ടൊക്കെ കണ്ടത് കേട്ടോ. അപ്പം ഇതൊക്കെ കാണാൻ പറ്റിയതിലൊക്കെ ഒത്തിരി സന്തോഷമുണ്ട്. എനിക്കത് കാണാൻ പറ്റിയതിലും നിങ്ങളെ ഇത് കാണിച്ചു തരാനും കൂടെ പറ്റിയതിലും എനിക്ക് അതിലേറെ സന്തോഷമുണ്ട് കേട്ടോ.